പെഡഗോഗിക്കൽ അനാലിസിസിലെ അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ 5 പെഡഗോജിക്കൽ അപ്രോച്ചസ് ഇൻ ടീച്ചിങ്. 5 പെഡഗോജിക്കൽ അപ്രോച്ച്, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട 5 പെഡഗോജിക്കൽ അപ്രോച്ചുകളാണുള്ളത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പെഡഗോജിക്കൽ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പെഡഗോജിക്കൽ അപ്രോച്ചസ്, ചില രീതിയിലുള്ള പെഡഗോജിക്കൽ അപ്രോച്ചസ് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നുണ്ട്. There are 5 pedagogical approaches in teaching. ടീച്ചിങ്ങിൽ 5 പെഡഗോഗിക്കൽ അപ്രോച്ചസ് ആണ് ഉള്ളത്. ഒന്ന് കൊളാബറേറ്റീവ് അപ്രോച്ച് എന്നും, രണ്ടാമത്തേത് ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച് എന്നും, മൂന്നാമത്തേത് ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് എന്നും, നാലാമത്തേത് റിഫ്ലക്റ്റീവ് അപ്രോച്ച് എന്നും, അഞ്ചാമത്തേത് കൺസ്ട്രക്റ്റിവിസം ഓർ ദി കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തേതാണ് കൊളാബറേറ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോജി. കൊളാബറേറ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോജി ഇത് പറയുന്ന ഇതാണ്: കൊളാബറേറ്റീവ് അപ്രോച്ച് പെഡഗോജി റിജക്ട്സ് ദ നോഷൻ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ തിങ്ക്, ലേൺ ആൻഡ് റൈറ്റ് എഫക്റ്റീവ്ലി ഇൻ ഐസൊലേഷൻ. കൊളാബറേറ്റീവ് അപ്രോച്ചസിൽ പറയുന്ന എന്താണ്, അത് കൊളാബറേറ്റീവ് അപ്രോച്ചസ് ഓഫ് പെഡഗോജി റിജക്റ്റ് ചെയ്യുന്ന എന്താണ്, സ്റ്റുഡൻസ് ക്യാൻ തിങ്ക്, ലേൺ ആൻഡ് റൈറ്റ് എഫക്റ്റീവ്ലി ഇൻ ഐസൊലേഷൻ. ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും എഴുതുവാനും വളരെ കാര്യക്ഷമമായി സാധിക്കുമെന്നുള്ള ആ ഒരു നോഷനെ, ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊളാബറേറ്റീവ് അപ്രോച്ച് പെഡഗോജി റിജക്റ്റ് ചെയ്യുന്നത്. സോ അതിനെതിരായിട്ടുള്ള കൺസെപ്റ്റാണ് കൊളാബറേറ്റീവ് അപ്രോച്ച്. അതായത് ഒറ്റയ്ക്കൊരു കുട്ടിക്ക് എന്ത് ചെയ്യുക, കാര്യക്ഷമമായി പഠിക്കുവാനോ എഴുതുവാനോ ഒന്നും എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നുള്ളതാണെന്ത് ഇവിടെ ആ ഒരു കൺസെപ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നത്. ഒറ്റയ്ക്കൊരു കുട്ടിക്ക് പഠിക്കുവാൻ, എഴുതുവാൻ, അതുപോലെ ചിന്തിക്കുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ആശയത്തിൻ്റെ റിജക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, പെഡഗോജി അപ്രോച്ചാണ് കൊളാബറേറ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോജി എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എല്ലാവരും ഒരുമിച്ച് ചേർന്നാലായിട്ട് മാത്രമേ, ഒരു കൊളാബറേറ്റീവ് എഫേർട്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, എഫക്റ്റീവായിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും എഴുതുവാനും ഒക്കെ സാധിക്കൂ എന്ന് ഇവിടെ പറയുന്നു. കൊളാബറേറ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോജി is a learner-centered strategy that strives to maximize critical thinking, learning and writing skills through peer-to-peer interaction and interpersonal engagement. Peer-to-peer ഇൻറ്ററാക്ഷനിലൂടെ, അതുപോലെ ഇൻ്റർപേഴ്സണൽ എൻഗേജ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുക, കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ലേണിങ്ങും റൈറ്റിംഗ് സ്കിൽസും ഒക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ മാക്സിമം രീതിയിൽ എന്ത് ചെയ്യുക, വളർത്തുന്ന ഒരു അപ്രോച്ചാണ് ഇത് കൊളാബറേറ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോജി. ഇറ്റ് ഈസ് എ ലേണർ സെൻറ്റേർഡ് സ്ട്രാറ്റജി. ഇതൊരു ലേണർ സെൻറ്റേർഡ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ അപ്രോച്ചാണ്. ഓക്കെ, ടീച്ചിങ് പെഡഗോജിയിൽ ഒന്നാമത്തെ അപ്രോച്ചാണ്. രണ്ടാമത്തേതാണ് ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച്. ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച് എൻകറേജസ് സ്റ്റുഡൻറ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് കംപ്ലീറ്റ് റിസർച്ച് വൈൽ ലേണിംഗ് വേരിയസ് കൺസെപ്റ്റ്. വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകൾ, ആശയങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, കുട്ടികളെ ചോദ്യം ചോദിക്കുവാൻ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുന്ന, അതുപോലെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്ന ഒരു ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ചാണ് ഇത്. ദ പെഡഗോജി ഫോക്കസസ് ഓൺ ഹെൽപ്പിംഗ് ലേണേഴ്സ് അക്വയറിംഗ് ദ സ്കിൽസ് നെസസറി ടു ഡെവലപ്പ് ദെയർ ഓൺ ഐഡിയാസ് ആസ് വെൽ ആസ് ക്വസ്റ്റ്യനിങ് ദംസെൽവ്സ് ആൻഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇൻ എ കൺസ്ട്രക്റ്റീവ് വേ. എന്ത് ചെയ്യുന്നു, ഈ പെഡഗോജി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഹെൽപ്പിംഗ് ലേണേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ്. എന്തിന്, അക്വയറിംഗ് ദ സ്കിൽസിനെ നേടിയെടുക്കുന്നതിന്, കഴിവുകളെ എന്ത് ചെയ്യുക, നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ലേണേഴ്സിനെ കഴിവുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പെഡഗോജി ഫോക്കസ് ചെയ്യുന്നു. ആ സ്കിൽസ് എന്തിനാണ് ആവശ്യമുള്ളത്, നെസസറി ടു ഡെവലപ്പ് ദെയർ ഓൺ ഐഡിയാസ്. ഓരോ ലേണർക്കും അവനവൻ്റേതായിട്ടുള്ള ആശയങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ പെഡഗോഗി അല്ലെങ്കിൽ ഈ ഒരു എന്ത് ചെയ്യുന്നു, പഠന രീതി എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പിന്നെയോ ആസ് വെൽ ആസ് ക്വസ്റ്റ്യൻ ദംസെൽവ്സ് ആൻഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇൻ കൺസ്ട്രക്റ്റീവ് വേ. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുവാനും അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അവരെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുവാനുള്ളൊരു കാര്യം കൂടി ഇവിടെ വരുന്നു. ഓക്കെ, ദെർ ആർ 4 steps ഇൻ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് ലേണിങ്ങിൽ 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്ന്, developing problem statements that requirements to pitch their question using a constructed response, further inquiry and citation. പിന്നെയോ researching the topic using time in class where the instructor can guide the students in their learnings. എന്ത് ചെയ്യുന്നു, റിസർച്ചിങ് ദി ടോപ്പിക്കിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു.
ക്ലാസ്സിലുള്ള സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിന് ആവശ്യമായ ഗൈഡ് ചെയ്യുന്നു, സ്റ്റുഡൻസിനെ ആ ലേണിംഗ് പ്രോസസ്സിൽ ഗൈഡ് ചെയ്യുന്നു. പിന്നെയോ പ്രസൻറ്റിങ് വാട്ട് ദേ ഹാവ് ലേൺ ടു ദ പിയേഴ്സ് ഓർ ടു എ സ്മോൾ ഗ്രൂപ്പ്. എന്ത് ചെയ്യുന്നു, എന്താണ് അവർ നേടിയത്, പഠിച്ചത് എന്ന കാര്യം എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ തൻ്റെ പിയേഴ്സിൻ്റെ മുന്നിലോ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. ആസ്കിങ് സ്റ്റുഡൻസ് ടു റിഫ്ലക്റ്റ് ഓൺ വാട്ട് വർക്ക്ഡ് എബൌട്ട് ദ പ്രോസസ്സ്. എന്ത് ചെയ്യുന്നു, കുട്ടികളോട് എന്ത് ചെയ്യുന്നു, ചോദിക്കുന്നു, റിഫ്ലക്റ്റ് ചെയ്യുവാൻ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഇതാണ് ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച്, അന്വേഷണമാണ് ഇവിടെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് വിശദമായ ഡീപ്പർ നോളജ് നേടുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച്. ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോഗി. ഇൻ്റഗ്രേറ്റീവ് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് connections between the concepts and the experiences so that information and skills can be applied to novel and complex issues or challenges. ഇൻ്റഗ്രേറ്റീവ് ലേണിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, പഠിച്ചതായിട്ടുള്ള കൺസെപ്റ്റുകൾ, ആശയങ്ങൾ, അതുപോലെ ലൈഫിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, ഇതിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നതായിട്ടുള്ള ലേണിംഗ് പ്രോസസ്സാണ് ഇത് ഇൻ്റഗ്രേറ്റീവ് ലേണിംഗ് പ്രോസസ്സ്. ഇതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ചാലഞ്ചസിൽ, അതുപോലെ പുതിയതായിട്ടുള്ള നോവൽ മീൻസ് വാട്ട്, ന്യൂ, നോവൽ എന്ന് വെച്ചാൽ ന്യൂ, പുതിയ സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. അതാണ് ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോഗി എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് റിഫ്ലക്റ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോഗി. റിഫ്ലക്റ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോഗി എൻകറേജസ് ദ ഇൻസ്ട്രക്ടർ ടു റിഫ്ലക്റ്റ് അപ്പോൺ ലെസൺസ്. അതായത് പഠിച്ച കാര്യങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ഷൻ കൊണ്ടുവരുവാൻ, എന്താണോ പഠിച്ചത്, എന്താണോ മനസ്സിലായത് എന്ന് ഒരു സെൽഫ് റിഫ്ലക്ഷൻ കുട്ടികളിൽ കൊണ്ടുവരുവാൻ എന്ത് ചെയ്യുന്നു, ഈ റിഫ്ലക്റ്റീവ് അപ്രോച്ച് പെഡഗോഗി സഹായിക്കുന്നു. പ്രൊജക്ട്സ് ആൻഡ് അസസ്മെൻറ്റ്സ് വിത്ത് ദ ഗോൾ ഓഫ് ഇംപ്രൂവിങ് ദം ഫോർ ദി ഫ്യൂച്ചർ യൂസ്. അങ്ങനെ ആ സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റുകൾ, അസസ്മെൻറ്റുകളൊക്കെ നടത്തുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഈ നോളജിൻ്റെ എന്ത് ചെയ്യുക, ഫ്യൂച്ചർ യൂസിനെ ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കുന്നു. സ്റ്റുഡൻസ് ആർ ഓൾസോ എൻകറേജ് ടു റിഫ്ലക്ട് ഓൺ ദെയർ പെർഫോമൻസ് ഓൺ അസസ്മെൻറ്റ്സ് ആൻഡ് ലുക്ക് ഫോർ ഏരിയാസ് വേർ ദേ ക്യാൻ ഇംപ്രൂവ്. സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യുന്നു എന്തിന്, അവരുടെ അസസ്മെൻറ്റ്സിലുള്ള പെർഫോമൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുവാൻ, എന്നിട്ട് ഏതൊക്കെ മേഖലകളിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് അവർക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇത് ഈ റിഫ്ലക്റ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോഗി. പിന്നെയോ ദ നെക്സ്റ്റ് വൺ, കൺസ്ട്രക്റ്റിവിസം ഓർ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഓഫ് പെഡഗോഗി. അടുത്തതാണ് കൺസ്ട്രക്റ്റിവിസം ഓർ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോഗി. ഇറ്റ് ഈസ് എ മോഡേൺ ടീച്ചിങ് കൺസെപ്റ്റ് എവല്യൂഷൻ ഫ്രം ടീച്ചർ സെൻറ്റേർഡ് സിസ്റ്റം ടു ലേണർ സെൻറ്റേർഡ് സിസ്റ്റം. ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദിസ് ഡിമാൻഡ്സ് ചേഞ്ചസ് ഇൻ ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ആൻഡ് മെറ്റീരിയൽസ്. ഈ പറയുന്ന കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഓഫ് പെഡഗോഗി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്തിന്, ചേഞ്ചസ് ഇൻ ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ് ആൻഡ് മെറ്റീരിയൽസ്. ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്, ടീച്ചർ എന്ത് ചെയ്യുന്നു, അധ്യാപകൻ പഠിപ്പിക്കുന്ന ആ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിലും ഇൻസ്ട്രക്ഷൻ നൽകുന്നതായിട്ടുള്ള ആ പ്രക്രിയയിലും അതുപോലെ മെറ്റീരിയൽസിലും ഒക്കെ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുവാൻ എന്ത് ചെയ്യുന്നു, ഈ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ലേണർ മസ്റ്റ് കൺസ്ട്രക്ട് നോളജ്, ടീച്ചർ കാനോട്ട് സപ്ലൈ ഇറ്റ്. ഈ കൺസ്ട്രക്റ്റിവിസം അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നു, ലേണർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പഠിതാവ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ടീച്ചർ കാനോട്ട് സപ്ലൈ ഇറ്റ്. ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, ഒരു റിസോഴ്സുകളും കാര്യങ്ങളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല. കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചിങ് സ്ട്രാറ്റജീസ് help students understand the meaning of their learning materials instead of just passively ingesting content. Rather than focusing on the subject or lesson being taught, educators are encouraged to focus on how the student learn. എന്ത് ചെയ്യുന്നു, ഇവിടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ഇത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇത്. അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ്. ഫ്ലാൻഡേഴ്സിൻ്റെ സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസിനെ കുറിച്ച് വിശദമായിട്ട് എന്ത് ചെയ്യുക, വിവരിക്കുക.
എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദമാക്കുക. അപ്പോൾ നോക്കാം. ആദ്യം പറയുന്നു, the term modification of teaching or teaching behavior stands for the attempts made or process undergone for bringing desirable improvement or modification in teaching or teaching behavior. Modification of teaching അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ടീച്ചിങ് ബിഹേവിയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് എ അറ്റംപ്റ്റ്, അത് ശ്രമങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? അണ്ടർഗോൺ ഫോർ ബ്രിങ്ങിങ് ഡിസയറബിൾ ഇംപ്രൂവ്മെൻറ്റ് ഓർ മോഡിഫിക്കേഷൻ ഇൻ ടീച്ചിങ് ഓർ ടീച്ചിങ് ബിഹേവിയർ. ഒരു ടീച്ചറുടെ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചിങ് ബിഹേവിയറിൽ എന്ത് ചെയ്യുന്നു? ഡിസയറബിൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ്, മോഡിഫിക്കേഷൻ വരുത്തുന്നതിനുള്ള ശ്രമങ്ങളെയാണ് അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡിഫിക്കേഷൻ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ ബിഹേവിയർ, മോഡിഫിക്കേഷൻ ഓഫ് ടീച്ചർ ബിഹേവിയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ മോഡിഫിക്കേഷൻ ടീച്ചറുടെ ഒരു ബിഹേവിയറിൽ, ഒരു ടീച്ചറുടെ ഒരു ക്ലാസ് മുറിയിലുള്ള പെരുമാറ്റത്തിൽ, ബിഹേവിയറിൽ, ടീച്ചിങ്ങിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഇൻ്ററാക്ഷൻ അനാലിസിസ്, അതുപോലെ ട്രാൻസാക്ഷൻ അനാലിസിസ്, അതുപോലെ തന്നെ ആക്ഷൻ റിസർച്ച്, അതുപോലെ മൈക്രോ ടീച്ചിങ്, റോൾ പ്ലേയിങ്, ദാറ്റ് മീൻസ് സിമുലേഷൻ ആൻഡ് ഗെയിമിംഗ്, ടീച്ചർ ഇവാലുവേഷൻ. ഇങ്ങനെയുള്ള മെത്തേഡുകളിലൂടെ എന്ത് ചെയ്യാം? ടീച്ചർ ബിഹേവിയറിൽ എന്ത് ചെയ്യാം? മോഡിഫിക്കേഷൻ വരുത്തുവാൻ സാധിക്കും. ഇനി ഇൻ്ററാക്ഷൻ അനാലിസിസ് എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇൻ്ററാക്ഷൻ അനാലിസിസ് refers to a technique consisting of objective and systematic observation of the classroom events for the study of teachers' behavior and the process of interaction going inside the classroom. ഒരു ക്ലാസ് റൂമിനുള്ളിൽ വെച്ച് നടക്കുന്ന ഇൻറ്ററാക്ഷൻ, ആ പ്രോസസ്സ് ഓഫ് ഇൻറ്ററാക്ഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതുപോലെ ക്ലാസ് റൂമിലെ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസ് മുറിയിലെ ക്ലാസ് റൂം ഇവൻസിനെ എന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒബ്സേർവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത് ഇൻ്ററാക്ഷൻ അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. It helps a teacher bring desirable modification in his behavior and improve his interaction with his pupils. ഈ പറയുന്ന ഇൻ്ററാക്ഷൻ അനാലിസിസിലൂടെ എന്തിനു സാധിക്കുന്നു? ഒരു ടീച്ചർക്ക് ബ്രിങ് ഡിസയറബിൾ മോഡിഫിക്കേഷൻ ഇൻ ഹിസ് ബിഹേവിയർ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു ടീച്ചർക്ക് അയാളുടെ സ്വഭാവത്തിൽ വരുത്തുവാൻ, പെരുമാറ്റത്തിൽ വരുത്തുവാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇൻ്ററാക്ഷൻ അനാലിസിസിലൂടെ സാധിക്കുന്നു. മാത്രമല്ല ഇംപ്രൂവ്സ് ഹിസ് ഇൻ്ററാക്ഷൻ വിത്ത് ഹിസ് പീപ്പിൾ. ഒരു ക്ലാസ് മുറിയിലെ തൻ്റെ കുട്ടികളോടുള്ള, വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുവാനും എന്ത് ചെയ്യുന്നു? ടീച്ചർക്ക് എന്തിലൂടെ സാധിക്കുന്നു? ഇൻ്ററാക്ഷൻ അനാലിസിസിലൂടെ സാധിക്കുന്നു. പിന്നെ ഇത് പറയുന്നതാണ് ക്ലാസ് റൂം ഇൻ്ററാക്ഷൻ അനാലിസിസ്. അക്കോർഡിംഗ് ടു ഡോക്ടർ എസ് കെ താക്കൂർ, ക്ലാസ് റൂം ഇൻ്ററാക്ഷൻ അനാലിസിസ് may be defined as an instrument which is designed to record categories of verbal interaction during or from recorded teaching learning sessions. It is a technique for capturing qualitative and quantitative dimensions of teachers' verbal behavior in the classroom. ക്ലാസ് റൂം ഇൻ്ററാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? റെക്കോർഡ് കാറ്റഗറീസ് ഓഫ് വെർബൽ ഇൻ്ററാക്ഷൻ. ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ടീച്ചിങ് ലേണിംഗ് സെഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വെർബൽ ഇൻ്ററാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് വെർബൽ ഇൻ്ററാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത് ക്ലാസ് റൂം ഇൻ്ററാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ ക്യാപ്ചറിങ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡയമെൻഷൻസ് ഓഫ് ടീച്ചേഴ്സ് വെർബൽ ബിഹേവിയർ ഇൻ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ്റെ വെർബൽ ആയിട്ടുള്ള ബിഹേവിയർ, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡയമെൻഷൻസിനെ ക്യാപ്ചർ ചെയ്യുന്ന ടെക്നിക്കാണ് ഇത് ഈ പറയുന്ന ക്ലാസ് റൂം ഇൻ്ററാക്ഷൻ അനാലിസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ഫ്ലാൻഡേഴ്സിൻ്റെ ഇൻ്ററാക്ഷൻ അനാലിസിസിലേക്ക് പോകും. ഫ്ലാൻഡേഴ്സ് ഇൻ്ററാക്ഷൻ അനാലിസിസ് ഓർ ഫ്ലാൻഡേഴ്സ് ഇൻ്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ്. It was developed by Ned F. Flanders in 1996. In the year 1959 at the University of Minnesota in the form of a teacher's training technique. ഈ പറയുന്ന ഫ്ലാൻഡേഴ്സ് ഇൻ്ററാക്ഷൻ അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ളത് നെഡ് ഫ്ലാൻഡേഴ്സ് ആണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ടയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്? ഫ്ലാൻഡേഴ്സ് ഇൻ്ററാക്ഷൻ അനാലിസിസ് എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കാറ്റഗറൈസേഷൻ ഓഫ് ഓൾ സെറ്റ് ഓഫ് പോസിബിൾ വെർബൽ ബിഹേവിയർ ഓഫ് എ ടീച്ചർ ഇൻ ദി ക്ലാസ് റൂം വൈൽ ഇൻ്ററാക്ടിങ് വിത്ത് സ്റ്റുഡൻസ്. ഒരു ക്ലാസ് മുറിയിൽ ടീച്ചർ തൻ്റെ കുട്ടികളുമായി ഇൻ്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വെർബൽ ബിഹേവിയേഴ്സിനെയും
എല്ലാ വെർബൽ ബിഹേവിയേഴ്സിനെയും കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്ന ഒരു ടീച്ചറും കുട്ടികൾക്കും ഇടയിൽ ഉണ്ടാകുന്ന എല്ലാ വെർബൽ ബിഹേവിയേഴ്സിനെയും എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യുന്ന തരംതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ചെയ്തത് ഇവിടെ ഫ്ലാൻഡേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസിൽ എന്ത് ചെയ്തത് നടന്നിട്ടുള്ളത്. ഇൻ ഫ്ലാൻഡേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് സിസ്റ്റം ദ എൻറ്റയർ ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻ ഈസ് പുട്ട് ഇൻ ടു 3 മെയിൻ സെക്ഷൻ. ഫ്ലാൻഡേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, മൊത്തം ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻസിനെ എന്ത് ചെയ്തിരിക്കുന്നു, 3 പ്രധാനപ്പെട്ട സെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, തിരിച്ചിരിക്കുന്നു. ടീച്ചേഴ്സ് ടോക്ക്, സ്റ്റുഡൻറ് ടോക്ക്, സൈലൻസ് ഓർ കൺഫ്യൂഷൻ, ഇങ്ങനെ 3 സെക്ഷനുകളായിട്ടാണ് എന്ത് ചെയ്തത് തരംതിരിച്ചിട്ടുള്ളത്. ഇനി കാറ്റഗറീസ് ഓഫ് ഫ്ലാൻഡേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് സിസ്റ്റം. എന്തെല്ലാമാണ് ഫ്ലാൻഡേഴ്സിൻ്റെ ഇൻറ്ററാക്ഷൻ അനാലിസിസ് സിസ്റ്റത്തിൻ്റെ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ വർഗീകരണം നോക്കാം. ആദ്യമായി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു ടീച്ചർ ടോക്ക് എന്നുള്ളത്. ടീച്ചർ ടോക്ക് ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്. ടീച്ചർ ടോക്കിൽ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസും ഉണ്ട്, ഡയറക്റ്റ് ഇൻഫ്ലുവൻസും ഉണ്ട്. ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇൻക്ലൂഡ്സ് accept feelings, praises or encourages, accepts or uses people ideas, ask question. ഡയറക്റ്റ് ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ടതാണ് ലെക്ചറിങ്, ഗിവിംഗ് ഡയറക്ഷൻസ്, ക്രിട്ടിസൈസിങ് ഓർ ജസ്റ്റിഫൈയിങ് അതോറിറ്റി. ഇതൊക്കെ എന്താണ്, ഡയറക്റ്റ് ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ടതാണ്. കാറ്റഗറൈസേഷൻ ആണ്, ഇൻറ്ററാക്ഷൻസ് ആണ്. പിന്നെ പീപ്പിൾ ടോക്ക് ഓർ സ്റ്റുഡൻറ് ടോക്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ. അതിൽ പീപ്പിൾ ടോക്ക് റെസ്പോൺസ്, അതുപോലെ പീപ്പിൾ ടോക്ക് ഇനീസിയേഷൻ. പിന്നെയോ മൂന്നാമത്തെ കാറ്റഗറൈസേഷൻ ആണ് സൈലൻസ് ഓർ കൺഫ്യൂഷൻ. സൈലൻസ് ഓർ കൺഫ്യൂഷൻ. ഇങ്ങനെ 3 തരത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് തരംതിരിച്ചിട്ടുള്ളത്. മൊത്തം 10 കാറ്റഗറിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫ്ലാൻഡേഴ്സ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് സിസ്റ്റം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇൻറ്ററാക്ഷൻസിന്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് accept feeling. Accepts and clarifies an attitude or feeling tone of a people in a non-threatening manner. ഒരു നോൺ ത്രെട്ടനിങ് മാനർ, ഭീഷണിപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഒരു കുട്ടിയുടെ എന്ത് ചെയ്യുന്നു ആറ്റിറ്റ്യൂഡിനെയോ ഫീലിങ്സിനെയോ ഒക്കെ എന്ത് ചെയ്യുന്നു ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആര്, ടീച്ചർ. ഫീലിംഗ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഫീലിംഗ് ഒന്നെങ്കിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. സോ ഇതൊരു ഇൻറ്ററാക്ഷൻ ആണ്, ആക്സെപ്റ്റ് ഫീലിങ്സ് ഓഫ് സ്റ്റുഡൻസ്. പിന്നെയോ പ്രൈസസ് ഓർ എൻകറേജസ്. പ്രൈസസ് ഓർ എൻകറേജസ് പീപ്പിൾ ആക്ഷൻ ഓർ ബിഹേവിയർ. കുട്ടികളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റം അതിനെന്ത് ചെയ്യുക, ഒന്നെങ്കിൽ പ്രൈസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നോഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയ എന്ന വാക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗോ ഓൺ എന്ന് പറയുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ പ്രൈസ് ചെയ്യാൻ സാധിക്കും. വെരി ഗുഡ് അല്ലേ, വിവിധ മാർഗങ്ങളിലൂടെ നമുക്ക് ചെയ്യാം. പിന്നെയോ ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ദ ഐഡിയ ഓഫ് പീപ്പിൾ. ക്ലാരിഫയിങ് ഓർ ബിൽഡിംഗ് ഓർ ഡെവലപ്പിംഗ് ഐഡിയ സജസ്റ്റഡ് ബൈ ദി പീപ്പിൾ. കുട്ടികൾ സജസ്റ്റ് ചെയ്യുന്ന ആശയങ്ങളെ എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുകയും അതിനെ ബിൽഡ് ചെയ്യുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും എന്ത് ചെയ്യുന്നു. പിന്നെയോ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആസ്കിങ് ക്വസ്റ്റ്യൻ അബൌട്ട് കണ്ടന്റ് പ്രൊസീജിയർ ബേസ്ഡ് ഓൺ ടീച്ചർ ഐഡിയാസ് വിത്ത് ഇൻറ്റൻറ്റ് ടു ദാറ്റ് എ പീപ്പിൾ വിൽ ആൻസർ. ചോദ്യങ്ങൾ ചോദിക്കുക, ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ഇൻറ്ററാക്ഷൻ ആണ്. പിന്നെയോ ലെക്ചറിങ്, giving facts or opinions about content or procedures, expressing his own ideas, giving his own explanation and citing an authority other than a people. ലെക്ചറിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻറ്ററാക്ഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്ററാക്ഷൻ ഏതാണ്, ലെക്ചറിങ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്ററാക്ഷൻ ലെക്ചറിങ് ആണ്, ഓർത്ത് നോക്കുക. പിന്നെ ഗിവിങ് ഡയറക്ഷൻസ് നൽകുക. ഡയറക്ഷൻസ്, കമാൻഡ്സ് ഓർ ഓർഡേഴ്സ് ടു വിച്ച് എ പീപ്പിൾ എക്സ്പെക്റ്റഡ് ടു കംപ്ലൈ. അതായത് ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുക, അതുപോലെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക. എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആര് ഫോളോ ചെയ്യണം, കുട്ടികൾ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതും ഇൻറ്ററാക്ഷൻ അനാലിസിസിൽ പെട്ടതാണ്. പിന്നെയോ ക്രിട്ടിസൈസിങ് ഓർ ജസ്റ്റിഫൈയിങ് അതോറിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റൻഡഡ് ടു ചേഞ്ച് പീപ്പിൾ ബിഹേവിയർ ഫ്രം നോൺ അക്സെപ്റ്റബിൾ ടു അക്സെപ്റ്റബിൾ പാറ്റേൺ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റൻഡഡ് ടു ചേഞ്ച് പീപ്പിൾ ബിഹേവിയേഴ്സിൽ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. നോൺ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ നിന്നും അക്സെപ്റ്റബിൾ പാറ്റേണിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെയോ സ്റ്റുഡൻറ് ടോക്ക് റെസ്പോൺസസ്. ഇത് സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റുഡൻറ് ടോക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ബന്ധപ്പെട്ടതാണ്. ടോക്ക് ബൈ പീപ്പിൾസ് ഇൻ റെസ്പോൺസ് ടു ദ ടീച്ചർ. ടീച്ചറോടുള്ള ടീച്ചർ ചോദിച്ച ചോദ്യത്തിനുള്ള റെസ്പോൺസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, കുട്ടികൾ സംസാരിക്കുകയാണെങ്കിൽ അതാണ് ഇത് സ്റ്റുഡൻറ് ടോക്ക് റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നത്.
പിന്നെയോ സ്റ്റുഡൻറ് ടോക്ക് ഇനീസിയേഷൻസ്, ടോക്ക് ബൈ പീപ്പിൾസ് വിച്ച് ദേ ഇനീഷ്യേറ്റ്. സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, അവർ തന്നെ സ്വയം ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ പങ്കുവെക്കുക, ഒരു പുതിയ ടോപ്പിക്കിനെ ഇനീഷ്യേറ്റ് ചെയ്യുക, ഒപ്പീനിയൻ പറയുക. ഇതൊക്കെ എന്താണ്, സ്റ്റുഡൻറ് ടോക്ക് ഇനീഷ്യേഷനുമായി ബന്ധപ്പെട്ടതാണ്. ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിനല്ല, മറിച്ച് സ്വയമേവ എന്ത് ചെയ്യുന്ന ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, അവരുടെ ആശയങ്ങളെ പങ്കുവെക്കുകയാണെങ്കിൽ അത് സ്റ്റുഡൻറ് ടോക്ക് ഇനീഷ്യേഷൻസ് ആണ്. അതുപോലെ അവസാനത്തെ കാറ്റഗറി ഓഫ് ഇൻട്രാക്ഷൻ ആണ് ഇത് സൈലൻസ് ഓർ കൺഫ്യൂഷൻ. പോസസ് ഷോർട്ട് പീരീഡ്സ് ഓഫ് കൺഫ്യൂഷൻ ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ദി ഒബ്സർവർ. എന്ത് ചെയ്യുന്നു, ഷോർട്ട് പീരീഡ് ഓഫ് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇവിടെ ഒബ്സർവർക്ക് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു പോസ് വരും, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് കൺഫ്യൂഷൻ ഉണ്ടാകും. അതാണ് ഇത് സൈലൻസ് ഓർ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി കാറ്റഗറീസ് ഓഫ് ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ്. ഇനി പ്രൊസീജിയേഴ്സ് ഓഫ് ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ്. ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ, പ്രോസസ്സുകൾ ഏതെല്ലാമാണ്? 2 പ്രോസസ്സാണുള്ളത്, എൻകോഡിംഗ് പ്രോസസ്സ് ആൻഡ് ഡീകോഡിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ ഇൻട്രാക്ഷൻ അനാലിസിസിൽ എൻകോഡിംഗ് പ്രോസസ്സും അതുപോലെ ഡീകോഡിംഗ് പ്രോസസ്സുമാണുള്ളത്. അതിൽ പറയുന്നത് എന്താ, ദ എൻകോഡിംഗ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ക്ലാസ് റൂം ഇവൻറ്റ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ഒബ്സർവേഷൻ മാട്രിക്സ് ബൈ എൻകോഡിംഗ് ദ നമ്പർ ഓഫ് 10 കാറ്റഗറി ഓഫ് ദി സിസ്റ്റം. എൻകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്, റെക്കോർഡിംഗ് ക്ലാസ് റൂം ഇവൻറ്റ്സിനെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ബൈ ദി ഒബ്സർവറാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് പ്രിപ്പയറിംഗ് ഒബ്സർവേഷൻ മാട്രിക്സ് എന്ത് ചെയ്യുന്നു, 10 കാറ്റഗറി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒബ്സർവേഷൻ മാട്രിക്സിനെ എന്ത് ചെയ്യുന്നു, എൻകോഡ് ചെയ്യുന്നു. പിന്നെയോ ദ ഡീകോഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദി ഒബ്സർവേഷൻ മാട്രിക്സ്. ഇങ്ങനെ എൻകോഡിംഗ് പ്രോസസ്സിലൂടെ തയ്യാറാക്കിയിട്ടുള്ള ഈ 10 കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഒബ്സർവേഷൻ മാട്രിക്സിനെ ഡീകോഡ് ചെയ്യുന്ന, ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, അപഗ്രഥിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഈ പറയുന്ന ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഡീകോഡിംഗ് പ്രോസസ്. ഡീകോഡിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ഒബ്സർവേഷൻ മാട്രിക്സ്. ഈ 2 പ്രോസസ്സാണ് അവിടെ ഉള്ളത്. ഓക്കെ, എൻകോഡിംഗ് പ്രോസസ്സിൽ പറയുന്നത് എന്താണ്, എൻകോഡിംഗ് പ്രോസസ് ഹാസ് 3 സ്റ്റെപ്പ്. എൻകോഡിംഗ് പ്രോസസ്സിന് പ്രധാനമായിട്ട് എത്ര സ്റ്റെപ്പുകളാണുള്ളത്? 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. 1, മെമ്മറൈസ് ദി കോഡ് നമ്പർ. The first step in the process is to memorize the code numbers in relation to key phrase of words which are indicated in capital in 10 category system. എന്ത് ചെയ്യുന്നു, ഈ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ആദ്യം എന്ത് ചെയ്യണം, 10 ഇതിൻ്റെ കോഡ് നമ്പറുകൾ മനസ്സിലാക്കി വെക്കുക. 10 കാര്യങ്ങളുടെ 10 ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ട കോഡ് നമ്പറുകൾ എന്ത് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക, ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തതായി പറയുന്നത്. പിന്നീട് വരുന്നതാണ് പ്ലേസ് ഓഫ് സിറ്റിംഗ്. An observer sit on the last bench of the classroom and observe the teacher when he is teaching. എന്ത് ചെയ്യുന്നു, ഒരു ഒബ്സർവർ എന്ത് ചെയ്യുന്നു, ആ ക്ലാസ് റൂമിലെ അവസാനത്തെ ബെഞ്ചിൽ എന്ത് ചെയ്യുകയും ഇരിക്കുകയും മൊത്തം ആ ടീച്ചർ എടുക്കുന്ന ആ ക്ലാസ്സിനെ എന്ത് ചെയ്യുന്നു, ടീച്ചിങ്ങിനെ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെയോ റെക്കോർഡിംഗ് ദ കാറ്റഗറി നമ്പർ അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് എവറി 3 seconds. ഓരോ 3 സെക്കൻഡുകൾ കൂടുമ്പോഴും ഈ റൈറ്റ്സ് ഡൗൺ ദാറ്റ് കാറ്റഗറി നമ്പർ വിച്ച് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ ഇവൻറ്റ് ജസ്റ്റ് കംപ്ലീറ്റഡ്. എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ഓരോ 3 സെക്കൻഡ് കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു, ആ കാറ്റഗറി നമ്പർ എന്ത് ചെയ്യുന്നു, ഓരോ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ആ നമ്പേഴ്സ്, ഏത് കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഇൻട്രാക്ഷൻ ആണോ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നമ്പർ എന്ത് ചെയ്യുന്നു, അവിടെ നോട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വെൻ ടീച്ചർ ഈസ് ലെക്ചറിങ് ദ ഒബ്സർവർ പുട്സ് 5. ടീച്ചർ ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒബ്സർവർ എന്ത് ചെയ്യും, 5 മാർക്ക് ചെയ്യും. 5ാമത്തെ കാറ്റഗറിയാണല്ലോ അത്. അതുപോലെ വെൻ ഹി ആസ്ക് ക്വസ്റ്റ്യൻ ഹി പുട്ട് 4. കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒബ്സർവർ ഏത് മാർക്കാണ് ഇടുക, 4 മാർക്ക് ചെയ്യുക. കാരണം എന്താ, അത് 4ാമത്തെ കാറ്റഗറിയാണ്. വെൻ സ്റ്റുഡൻറ്റ് റിപ്ലൈസ് ഹി പുട്ട് 8. കുട്ടികൾ എന്ത് ചെയ്യുന്നു, ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, 8 മാർക്ക് ചെയ്യും. അതുപോലെ വെൻ ടീച്ചർ പ്രൈസസ് ഹി പുട്ട് 2. എന്ത് ചെയ്യുന്നു, ടീച്ചർ കുട്ടികളെ അഭിനന്ദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ടീച്ചർ 2 മാർക്ക് ചെയ്യും. ഓക്കെ, ദ പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് ഇവൻറ്റ്സ് ഗോൺ അറ്റ് ദ റേറ്റ് ഓഫ് 20 to 25 ഒബ്സർവേഷൻ പെർ മിനിറ്റ്. എന്ത് ചെയ്യുന്നു, 20 മുതൽ 25 ഒബ്സർവേഷൻസ് എന്ത് ചെയ്യും, ചുരുങ്ങിയത് ഒരു മിനിറ്റിൽ എന്ത് ചെയ്യും, നടക്കുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ഇതാണ് എൻകോഡിംഗ് പ്രോസസ്സ്. ആഫ്റ്റർ എൻകോഡിംഗ് ദ ക്ലാസ് റൂം ഇവൻറ്റ് ഇൻ ടു 10 കാറ്റഗറി സിസ്റ്റം, 10 കാറ്റഗറിയിലായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലാസ് റൂം ഇവൻറ്റുകളെ ഒബ്സർവർ എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10x10 മാട്രിക്സ് ടേബിൾ ഈസ് പ്രിപ്പയർഡ് ഫോർ ഡീകോഡിംഗ് ദി ക്ലാസ് റൂം വെർബൽ ബിഹേവിയർ. ക്ലാസ് റൂം വെർബൽ ബിഹേവിയറിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 10x10 മാട്രിക്സ് ടേബിൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും.
The generalized sequence of the pupil-teacher interaction can be estimated in the matrix table. It indicates what form of pair categories. The first number of in the pair indicates the row and the second number of shows the column. For example, 5, 4. Pair that show that tally in the cell formed by row 5 and column 4. എന്ത് ചെയ്യുന്ന ഒരു റോ കോളം 5ഉം റോ 4ഉം തമ്മിലുള്ള ഒരു പെയർ എന്ത് ചെയ്യും അവിടെ ഫോം ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒറിജിനൽ സീരീസ് ഓഫ് പെയറിങ് ഇത്തരത്തിൽ എന്ത് ചെയ്യും പെയറിങ് സംഭവിക്കും. ഒക്കെ ഒരു പെയറിങ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക ഇവിടെ ഈ പറയുന്ന മെത്തേഡിൽ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് എന്താ ആക്ച്വലി ആ ഷീറ്റ്. ഏത് ഷീറ്റ്? ഈ പറയുന്ന 10x10 മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 10x10 മാട്രിക്സ് തയ്യാറാക്കും. എന്നിട്ട് എന്ത് ചെയ്യും അതിൽ ഓരോ ട്രാൻസാക്ഷൻസിനെയും അല്ലെങ്കിൽ ഓരോ ഇൻട്രാക്ഷൻസിനെയും എന്ത് ചെയ്യും അവിടെ അനലൈസ് ചെയ്യും, മാർക്ക് ചെയ്യും ആര്? ഒബ്സർവർ. എന്നിട്ട് എന്ത് ചെയ്യും അവസാനം അതിനെ ടാലി ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഏത് ഇൻട്രാക്ഷനാണ് ഏത് കാറ്റഗറി ഓഫ് ഇൻട്രാക്ഷനാണ് കുറവുള്ളത് കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ടീച്ചർക്ക് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുവാൻ സാധിക്കും. ഇനി ഇൻ്റർപ്രറ്റിംഗ് ദി മാട്രിക്സ്. നോ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ ക്യാൻ ബി എവർ റീക്രിയേറ്റഡ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി മൊമെൻറ്റ് ഇൻ ഹിസ്റ്ററി. The purpose of interaction analysis is to preserve selected aspect of interaction through observing, encoding, tabulating and then decoding. ഓക്കെ, സോ ഒരു പ്രപ്പോർഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ദ പ്രപ്പോർഷൻ ഓഫ് ദി ടീച്ചർ ടോക്ക്, പീപ്പിൾ ടോക്ക് ആൻഡ് സൈലൻസ് ഓർ കൺഫ്യൂഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ഇൻട്രാക്ഷൻ അനാലിസിസ് നടത്തുന്നതിലൂടെ അനുവാദത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ടീച്ചറുടെ ടോക്ക് എത്രയാണ്, പീപ്പിൾ ടോക്ക് എത്രയാണ്, സൈലൻസ് ഓർ കൺഫ്യൂഷൻ എത്രയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എത്ര ശതമാനം ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഒരു ക്ലാസ്സിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു എത്ര ശതമാനം എന്ത് ചെയ്തു ടീച്ചർ സംസാരിച്ചു, എത്ര ശതമാനം കുട്ടികൾ സംസാരിച്ചു, എത്ര ശതമാനം സൈലൻസ് ഓർ കൺഫ്യൂഷൻ എന്നെന്ത് ചെയ്യും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുവാൻ മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യും ഇതിലൂടെ സാധിക്കും. പിന്നെയോ ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്, ദ റേഷ്യോ ബിറ്റ്വീൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അത് മനസ്സിലാവും. സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ നമുക്കറിയാം 8, 9 കോളം ടോട്ടൽ ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക ടോട്ടൽ സമ്മിനുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് എത്രത്തോളം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ എന്ത് ചെയ്യും സാധിക്കും. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? സോ ഈ പറയുന്ന ഇൻട്രാക്ഷൻ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ്? ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ. ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പിന്നെയോ ഒബ്സർവേഷൻ ആഫ്റ്റർ എവറി 3 seconds എൻഷുവർ ഒബ്സർവർ റെക്കോർഡ് ഓൾമോസ്റ്റ് ഓൾ ദ ബിഹേവിയർ ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്ന ടീച്ചറുടെയും കുട്ടികളുടെയും എല്ലാ ബിഹേവിയേഴ്സിനെയും പെരുമാറ്റത്തെയും ഒബ്സർവർക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്യുവാൻ റെക്കോർഡ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു സാധിക്കുന്നു. പിന്നെയോ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ക്ലാസ് റൂം ക്ലൈമറ്റ്. ക്ലാസ് റൂം ക്ലൈമറ്റ് എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിലുള്ള നിലവിലുള്ള സാഹചര്യം ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പിന്നെയോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെക്കാനിസം ഓഫ് ഫീഡ്ബാക്ക് ഡിവൈസ് ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ടീച്ചർ ബിഹേവിയർ. ഒരു ടീച്ചറുടെ പെരുമാറ്റം ആ പെരുമാറ്റത്തിൽ എന്ത് ചെയ്യുക മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെക്കാനിസമായിട്ട് എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ യൂസ്ഡ് ആസ് ആൻ ഒബ്സർവേഷൻ ടെക്നിക് ഇൻ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പ്രീ സർവീസ് അതായത് BEd DLEd പോലെയുള്ള കാലഘട്ടങ്ങളിലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ ഇൻ സർവീസ് ട്രെയിനിങ് ജോലിയിൽ കയറിയതിന് ശേഷമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് അതിനൊക്കെയുള്ള ഒരു ഒബ്സർവേഷൻ ടെക്നിക്കായിട്ട് എന്ത് ചെയ്യുന്നു ടീച്ചർ ഒബ്സർവേഷൻ ടെക്നിക്കായിട്ട് ടീച്ചിങ് ഒബ്സർവേഷൻ ടെക്നിക്കായിട്ട് എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗപ്പെടുത്തുന്നു, ഇൻട്രാക്ഷൻ അനാലിസിനെ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെയോ സിസ്റ്റം ഈസ് എംപ്ലോയിഡ് ആസ് എ റിസർച്ചർ ടൂൾ ഫോർ അനലൈസിങ് ആൻഡ് സ്റ്റഡിയിങ് ടീച്ചർ ബിഹേവിയർ. ടീച്ചേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതിനും സ്റ്റഡി ചെയ്യുന്നതിനുമുള്ള ഒരു റിസർച്ച് ടൂളായിട്ടും എന്ത് ചെയ്യുന്നു ഇത് ഉപയോഗിച്ച് പോരുന്നു. ഓക്കെ, പിന്നെയോ യൂസസ് ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് ടു ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് എന്താണ് ഇൻട്രാക്ഷൻ അനാലിസിസിനെ കൊണ്ടുള്ള ഗുണം? ടു ഇംപ്രൂവ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ്. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യുവാൻ മെച്ചപ്പെടുത്തുവാൻ ഇൻട്രാക്ഷൻ അനാലിസിസിലൂടെ സാധിക്കുന്നു. പിന്നെയോ ടു ഡെവലപ്പ് ആൻഡ് കൺട്രോൾ ദ ടീച്ചിങ് ബിഹേവിയർ. ടീച്ചിങ് ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്യുവാനും അതിനെ കൺട്രോൾ ചെയ്യുവാനും സാധിക്കുന്നു. പിന്നെയോ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ. ക്ലാസ് റൂമിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാൻ അന്വേഷണം നടത്തുവാൻ എന്ത് ചെയ്യുന്നു ഇത് സഹായകമാവുന്നു. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ്?
ദ സിസ്റ്റം കാനോട്ട് ഡിസ്ക്രൈബ് ദ ക്ലാസ് റൂം ആക്ടിവിറ്റി ഇൻ ഇസ് ടോട്ടാലിറ്റി. ക്ലാസ് റൂമിലുള്ള മൊത്തം ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നില്ല, ഈ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, വിവരിക്കുന്നില്ല. പിന്നെയോ മോർ എംഫസൈസ് ഈസ് ലൈഡ് ഓൺ ടീച്ചർ ബിഹേവിയർ ആസ് കമ്പയർഡ് ടു സ്റ്റുഡൻറ്റ് ബിഹേവിയർ. ഇവിടെ ടീച്ചറുടെ ബിഹേവിയറിനാണ്, ടീച്ചറുടെ പെരുമാറ്റങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ, എന്തുമായി താരതമ്യം ചെയ്യുമ്പോൾ, സ്റ്റുഡൻറ്റ് ബിഹേവിയർ, വിദ്യാർത്ഥികളുടെ പെരുമാറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ ടീച്ചറുടെ ബിഹേവിയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിന്നെയോ മേജർ ഫോക്കസ് ഓഫ് ദി സിസ്റ്റം ഈസ് ഓൺ വെർബൽ ബിഹേവിയർ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്തിനാണ്, വെർബൽ ബിഹേവിയറിനാണ്. അല്ലെ, വെർബൽ ബിഹേവിയറാണ്, വേർഡ്സ്, സ്പോക്കൺ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പിന്നെയോ ടാബുലേഷൻ ഓഫ് ഡാറ്റ പെയേഴ്സ് ഇൻ ടു 10x10 മാട്രിക്സ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഒബ്സർവർ കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതിനെ ഡാറ്റ പെയേഴ്സ് ആയിട്ട് ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളത്, 10x10 മാട്രിക്സിലേക്ക് അതിനെ ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പിന്നെയോ സിസ്റ്റം ഈസ് കണ്ടൻറ് ഫ്രീ. ദ ടെക്നിക് പ്രൊവൈഡ്സ് നോ ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് കണ്ടൻറ് ഓഫ് ടീച്ചിങ്. ടീച്ചർ പഠിപ്പിക്കുന്നതായിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഈ ടെക്നിക്സിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇൻഫോർമേഷനും എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ ഗലോവേസ് സിസ്റ്റം ഓഫ് ഇൻ്ററാക്ഷൻ അനാലിസിസ്. Classroom interaction is a practice that enhances the development of two very important language skills which are speaking and listening among the learners. ലേണേഴ്സിൻ്റെ ഇടയിൽ സ്പീക്കിംഗ് സ്കില്ല് അതുപോലെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുവാൻ എന്ത് സഹായിക്കുന്നുണ്ട്, ക്ലാസ് റൂം ഇൻറ്ററാക്ഷൻസ് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ടു തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് ഷെയർ ദെയർ വ്യൂസ് എമംഗ് ദെയർ പിയേഴ്സ്. ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിനും അതുപോലെ പിയേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, അവരുടെ വ്യൂസിനെ പങ്കുവെക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. The system of interaction analysis was developed by Charles Galloway in the form of teacher training technique. ഒരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക് എന്നുള്ള രീതിയിൽ ചാൾസ് ഗലോവേ ആണ് എന്ത് ചെയ്തത്, ഈ സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് അനാലിസിസ് ഇസ് എ ടൂൾ യൂസ്ഡ് ഇൻ ദി ക്ലാസ് റൂം ടു ക്യാപ്ചർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് വെർബൽ ഇൻസ്ട്രക്ടർ ബിഹേവിയർ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള വെർബൽ ഇൻസ്ട്രക്ടർ ബിഹേവിയർ എന്ത് ചെയ്യുന്നു, ആയി ബന്ധപ്പെട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ക്യാപ്ചേഴ്സ് ദ വെർബൽ ബിഹേവിയർ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആസ് ആൻ ഒബ്സർവേഷണൽ ഡിവൈസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദി ക്ലാസ് റൂം. ഓക്കെ, ഇവിടെ ഈ പറയുന്ന കോൺവെർസേഷൻസിനെ അല്ലെങ്കിൽ ഈ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യാം, മേ ബി ക്യാപ്ചേർഡ് ബൈ ദി ഓഡിയോ ഓർ വീഡിയോ റെക്കോർഡിംഗ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ക്യാപ്ചർ ചെയ്യാം. ഓർ ദ ഇൻറ്ററാക്ഷൻ മേ ബി ഒബ്സർവ്ഡ് ആൻഡ് കോഡഡ് ബൈ റിസർച്ചേഴ്സ് ഇൻ റിയൽ ടൈം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിസർച്ചേഴ്സ് നേരിട്ട് വന്നുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം, ഇവിടെ ഈ ഇൻറ്ററാക്ഷൻ അനാലിസിസിൽ എന്ത് ചെയ്യാം, ആ ഇൻറ്ററാക്ഷൻസിനെ കോഡ് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. പിന്നെയോ ഇറ്റ് ഈസ് ബേസിക്കലി എ കാറ്റഗറി ടൈപ്പ് സിസ്റ്റം ഇൻവോൾവിംഗ് കാറ്റഗറൈസേഷൻ ഓഫ് ഓൾ സെറ്റ്സ് ഓഫ് പോസിബിൾ വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയർ ഓഫ് എ ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം വൈൽ ഇൻറ്ററാക്ടിങ് വിത്ത് സ്റ്റുഡൻസ്. സ്റ്റുഡൻസുമായിട്ട് ക്ലാസ് മുറിയിൽ ടീച്ചർ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്ന ടീച്ചർക്കും കുട്ടികൾക്കും ഇടയിൽ ഉണ്ടാകുന്ന വെർബലായിട്ടുള്ളതും നോൺ വെർബലായിട്ടുള്ളതുമായ എല്ലാ ഘടകങ്ങളെയും, എല്ലാ ഇൻറ്ററാക്ഷൻസിനെയും, എല്ലാ ബിഹേവിയേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് ഇത്, ഈ പറയുന്ന ഗലോവേ സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മോർ എഫക്റ്റീവ് ഡ്യൂറിങ് ദി ഇൻറ്ററാക്ഷൻ ഇൻ ദി ക്ലാസ് റൂം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും, കൂടുതൽ എഫക്റ്റീവാവും, കാര്യക്ഷമമാവും എപ്പോൾ, ഒരു ക്ലാസ് മുറിയിൽ കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്നാണെന്ത് ചാൾസ് ഗലോവേയുടെ സിസ്റ്റം ഓഫ് ഒബ്സർവേഷനിൽ പറയുന്നത്. ദിസ് ഈസ് ദ മെയിൻ അസംഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മേ ബി more effective during the interaction in classroom. So it is the main assumption of Charles Galloway system of observation. അല്ലേ, നിങ്ങളുടെ അടുത്ത് ഇതിലൊരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ആണ് ആ കാണുന്നത്. ഒരു ക്ലാസ് കഴിയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പ്രപ്പോർഷനായിട്ടായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തരംതിരിക്കാൻ സാധിക്കും.
ഇൻട്രാക്ഷൻ, ഓരോ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഇൻട്രാക്ഷനും എത്ര പ്രൊപ്പോർഷനേറ്റാണ്, എത്ര അനുപാതത്തിലാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ കണക്കാക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻസ് നൽകുന്നതിന് 30.92%, ലെക്ചറിങ് നൽകുന്നത് 7.6%, 13.7% എന്ന് പറയുന്നത് ഏതാണ്, ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു, പ്രൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ്സ് 0.9%, അതുപോലെ ഫീലിങ്സ്, അക്സെപ്റ്റിംഗ് ഫീലിങ്സ് 1.34%. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യുവാൻ എന്ത് ചെയ്യും, ഓരോന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അവസാനം നമ്മൾ ഈ റിസൾട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇല്ലുസ്ട്രേഷനിലേക്ക് എന്ത് ചെയ്യും, ഒരു ക്ലാസ് റൂമിൽ ഉണ്ടായിട്ടുള്ള മൊത്തം ഇൻട്രാക്ഷൻസിനെ നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇനി അസംഷൻസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് എ ടീച്ചർ ഈസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ. നമ്മൾ പറഞ്ഞ കാര്യമാണ്, നോൺ വെർബൽ ആയിട്ടുള്ള ആംഗ്യഭാഷയിലൂടെയുള്ള ഇൻട്രാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്ലാസ് റൂം ഇൻട്രാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെയോ ഫീഡ്ബാക്ക് ഈസ് നെസസറി ഫോർ ദിസ് ബിഹേവിയർ. ഈ ബിഹേവിയറിന് എന്താവശ്യമാണ്, ഫീഡ്ബാക്ക് ആവശ്യമാണ്. പിന്നെയോ ദ നോൺ വെർബൽ ക്യൂസ് ക്യാൻ റീഇൻഫോഴ്സ് ആൻഡ് മോട്ടിവേറ്റ് എ സ്റ്റുഡൻറ്റ്. ടീച്ചറിൽ നിന്നും ഉണ്ടാകുന്ന ചില നോൺ വെർബൽ ക്യൂസ്, ചില ചേഷ്ടകൾ, ചില പ്രവൃത്തികൾ, നോൺ വെർബൽ ആയിട്ടുള്ള ആംഗ്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുകയും റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെയോ ബിക്കം അവെയർ ഓഫ് ഹിസ് നോൺ വെർബൽ ഇവൻ ഒക്കറിങ് അറൗണ്ട് അസ്. One can achieve a better understanding of himself. Training of teachers enhances the aspect of non-verbal communication in teachers. ഇവിടെ എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്, ടീച്ചേഴ്സിൽ ഉണ്ടാകുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിനാണ്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ്. ബൈ ദ മീൻസ് ഓഫ് കറക്റ്റീവ് ഫീഡ്ബാക്ക് one gets a chance to improve upon his verbal as well as non-verbal behavior. ഇത്തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കറക്റ്റീവ് ഫീഡ്ബാക്കിലൂടെ എന്ത് ചെയ്യാം, ഒരാൾക്ക്, ഒരു ടീച്ചർക്ക് അയാളുടെ വെർബൽ ആയിട്ടുള്ളതും നോൺ വെർബൽ ആയിട്ടുള്ളതുമായ ബിഹേവിയേഴ്സിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. പിന്നെയോ ഡിസ്ക്രൈബിങ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദി ടീച്ചിങ് ബിഹേവിയർ. ഇതെന്ത് ചെയ്യുന്നു, ടീച്ചിങ് ബിഹേവിയറിൽ ഡയറക്റ്റ് ആയിട്ടുള്ളതും അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതുമായ ഒരു എന്ത് ചെയ്യുന്നു, മാറ്റം കൊണ്ടുവരാൻ, ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെയോ എംഫസിസ് ഈസ് ഗിവൺ ഓൺ ബോത്ത് ദ വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയർ ഓഫ് ദി ടീച്ചേഴ്സ്. ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്, ടീച്ചേഴ്സിൽ നിന്നുണ്ടാകുന്ന വെർബൽ ആയിട്ടുള്ളതും അതുപോലെ നോൺ വെർബൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനുമാണ്. പിന്നെയോ ദർ ഈസ് ആൻ അനാലിസിസ് ഓഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് റെസ്പോൺസ് ഓഫ് ടീച്ചർ. പിന്നെയോ ദി സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ടീച്ചിങ്. റിസർച്ചിലും ടീച്ചിങ്ങിലും എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഗല്ലവേ സിസ്റ്റം ഓഫ് ഇൻട്രാക്ഷൻ അനാലിസിസിൽ അതുമായി ബന്ധപ്പെട്ട കാറ്റഗറീസ് സെയിം ആസ് ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ്. ഫ്ലാൻഡേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ അനാലിസിസിന് സമാനമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാറ്റഗറൈസേഷനാണ് ഇവിടെയുള്ളത്. ടീച്ചേഴ്സ് ടോക്ക്, ഇൻഡയറക്റ്റ് ടോക്ക്, അതുപോലെ ഡയറക്റ്റ് ടോക്ക്. ഇൻഡയറക്റ്റ് ടോക്കിൽ അക്സെപ്റ്റ് ഫീലിംഗ്, പ്രൈസസ് ഓർ എൻകറേജസ്, അക്സെപ്റ്റ് ഓർ യൂസസ് ഓഫ് ഐഡിയ ഓഫ് പീപ്പിൾസ്, ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇവയെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടീച്ചർ ടോക്കാണ്. അതുപോലെ ഡയറക്റ്റ് ടീച്ചർ ടോക്കിൽ പെട്ടതാണ് ലെക്ചറിങ്, ഗിവിംഗ് ഡയറക്ഷൻസ് ആൻഡ് ക്രിട്ടിസൈസിങ് ഓർ ജസ്റ്റിഫൈയിങ് അതോറിറ്റി. അതുപോലെ പീപ്പിൾ ടോക്കിൽ പെട്ടതാണ് പീപ്പിൾ ടോക്ക് റെസ്പോൺസ്, പീപ്പിൾ ടോക്ക് ഇനീഷ്യേഷൻ. അതുപോലെ സൈലൻസ് ഓർ കൺഫ്യൂഷൻ. ഇവ പ്രധാനപ്പെട്ട 10 കാറ്റഗറിയാണ് സെയിം ആസ് ഫ്ലാൻഡേഴ്സ് ഇൻട്രാക്ഷൻ അനാലിസിസ്. ഇനി ഇതിലുള്ള വ്യത്യാസം, ഈ പറയുന്ന മെത്തേഡിൽ, ഈ പറയുന്ന ഇൻട്രാക്ഷൻ അനാലിസിസിൽ ഫ്ലാൻഡേഴ്സ് അനാലിസിസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ നോൺ വെർബൽ ബിഹേവിയറിന് കൂടി പ്രാധാന്യമുണ്ട്. സോ നോൺ വെർബൽ ബിഹേവിയറിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇവിടെ കാറ്റഗറൈസേഷൻ നമുക്ക് നോക്കാം. വെർബൽ ബിഹേവിയർ ആക്സെപ്റ്റ് ഫീലിംഗ്, അതിനോട് ചേർന്നിരിക്കുന്ന നോൺ വെർബൽ ബിഹേവിയറാണ് കോൺഗ്രുവൻറ്റ് ആൻഡ് ഇൻകോൺഗ്രുവൻറ്റ്. അതുപോലെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള പ്രൈസസ് ഓർ എൻകറേജസ് എന്ന് പറയുന്ന വെർബൽ ബിഹേവിയർ, അതുമായി ബന്ധപ്പെട്ട നോൺ വെർബൽ ബിഹേവിയറാണ് കോൺഗ്രുവൻറ്റ് ആൻഡ് ഇൻകോൺഗ്രുവൻറ്റ്. അതുപോലെ അക്സെപ്റ്റ് ഓർ യൂസസ് ഓഫ് ഐഡിയ ഓഫ് പീപ്പിൾ വെർബൽ ബിഹേവിയറാണ്, അതുമായി ബന്ധപ്പെട്ടതാണ് ഇംപ്ലിമെൻറ്റ് ഓർ പെർഫെക്റ്ററി. അതുപോലെ നാലാമത്തെ കാറ്റഗറിയാണ് ആസ്ക് ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട നോൺ വെർബൽ ബിഹേവിയറാണ് പേഴ്സണൽ ഓർ ഇംപ്ലിമെൻറ്റ്. പിന്നെയോ അടുത്ത വെർബൽ ബിഹേവിയറാണ് ലെക്ചറിങ്, അതുമായി ബന്ധപ്പെട്ടതാണ് റെസ്പോൺസീവ് ഓർ അൺറെസ്പോൺസീവ് നോൺ വെർബൽ ബിഹേവിയർ. പിന്നീട് വരുന്ന വെർബൽ ബിഹേവിയറാണ് ഗിവിംഗ് ഡയറക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടതാണ് നോൺ വെർബൽ ബിഹേവിയറാണ് ഇൻവോൾവ് ഓർ ഡിസ്മിസ്. പിന്നീട് വരുന്ന വെർബൽ ബിഹേവിയറാണ് ക്രിട്ടിസൈസിങ് ഓർ ജസ്റ്റിഫൈയിങ് അതോറിറ്റി,
അതുമായി ബന്ധപ്പെട്ട നോൺ വെർബൽ ബിഹേവിയർ ആണ് ഫേം ഓർ ഹാർഷ് എന്നുള്ളത്. അതുപോലെ പീപ്പിൾ ടോക്ക് റെസ്പോൺസുമായി ബന്ധപ്പെട്ടതാണ് റിസപ്റ്റീവ് ഓർ ഇൻഅറ്റൻറ്റീവ്. പീപ്പിൾ ടോക്ക് ഇനീഷ്യേഷനുമായി ബന്ധപ്പെട്ട വെർബൽ ബിഹേവിയർ, അതുമായി ബന്ധപ്പെട്ട നോൺ വെർബൽ ബിഹേവിയർ ആണ് റിസപ്റ്റീവ് ഓർ ഇൻഅറ്റൻറ്റീവ്. 9ാമത്തെ കാറ്റഗറിയാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ സൈലൻസ് ഓർ കൺഫ്യൂഷൻ വെർബൽ ബിഹേവിയർ, അതുമായി ബന്ധപ്പെട്ട നോൺ വെർബൽ ബിഹേവിയർ ആണ് കംഫേർട്ട് ഓർ ഡിസ്ട്രസ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് എന്താണ്, മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നോൺ വെർബൽ ബിഹേവിയർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി സ്റ്റെപ്സ് ഓഫ് ഗലോവേസ് സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസ്. ഗലോവേയുടെ സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ അനാലിസിസിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെക്കോർഡിംഗ് ദ ക്ലാസ് റൂം ഇവൻറ്റ്സ് ബൈ ദി ഒബ്സർവർ. ഒബ്സർവർ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിലുള്ള ഇവൻറ്റ്സിനെ എന്ത് ചെയ്യുക, ഒബ്സേർവ് ചെയ്യുക. ഇൻറ്ററാക്ഷൻസിനെ എന്ത് ചെയ്യുക, ഒബ്സേർവ് ചെയ്യുക, നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒബ്സർവർ എന്ത് ചെയ്യുന്നു, ക്ലാസ് റൂമിനെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂം ഇവൻറ്റ്സിനെ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതോ, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻറ്ററാക്ഷൻ മാട്രിക്സ്. ഇൻറ്ററാക്ഷൻ മാട്രിക്സിനെ എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻറ്ററാക്ഷൻ മാട്രിക്സിനെ കൺസ്ട്രക്റ്റ് ചെയ്യുക, രൂപീകരിക്കുക. ഒരു ഇൻറ്ററാക്ഷൻ മാട്രിക്സ് 10x10 ഇൻറ്ററാക്ഷൻ മാട്രിക്സ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അതിലേക്ക് എന്ത് ചെയ്യുക, പെയർ ചെയ്യുക. ഓരോ ഇൻറ്ററാക്ഷൻസിനെയും പെയർ ചെയ്യുക. പിന്നെയോ ഇൻ്റർപ്രിട്ടേഷൻ ഓൺ ഇൻറ്ററാക്ഷൻ മാട്രിക്സ്. ഇൻറ്ററാക്ഷൻ മാട്രിക്സിനെ എന്ത് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, അപഗ്രഥിക്കുക. ആൻഡ് ഫൈൻഡ് ദ റിസൾട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, റിസൾട്ടിനെ കണ്ടെത്തുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ടീച്ചർ ഫോർ മോഡിഫിക്കേഷൻ ഇൻ ദി ബിഹേവിയർ. എന്നിട്ട് എന്ത് ചെയ്യുക, റിസൾട്ടിനെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടീച്ചേഴ്സുമായി ആശയവിനിമയം നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ഇംപ്രൂവിങ്, ഫോർ മേക്കിംഗ് ബെറ്റർ ദ ബിഹേവിയർ, ടീച്ചിങ് ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്, ഇംപ്രൂവ്മെൻറ്റ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് interaction analysis. The teacher are continuously provided with feedback such that modification of behavior is done. കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് നൽകുന്നതിലൂടെ എന്ത് ചെയ്യാം, ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുവാൻ സാധിക്കുന്നു. ആൻ ഓപ്പർച്യൂണിറ്റി ടു ടീച്ചർ ടു ഇംപ്രൂവ് അപ്പോൺ ഹിസ് ഓർ ഹെർ നോൺ വെർബൽ ബിഹേവിയർ. ടീച്ചറുടെ നോൺ വെർബൽ ബിഹേവിയറിന് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ളൊരു അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. പിന്നെയോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ പണിഷ്മെൻറ്റ് ഈസ് അവോയ്ഡഡ്. പിന്നെയോ റിലയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ് ടെക്നിക് ഓഫ് ഒബ്സർവിങ് ആൻഡ് അനലൈസിങ്. വളരെ റിലയബിൾ ആയിട്ടുള്ള, വിശ്വാസയോഗ്യമായിട്ടുള്ള, ഒബ്ജക്റ്റിവിറ്റി ഉള്ള ഒരു ടെക്നിക്കാണ് ഇത്. എന്തിന്, ഒബ്സർവിങ് ആൻഡ് അനലൈസിങ് ടീച്ചേഴ്സ് വെർബൽ ആൻഡ് നോൺ വെർബൽ ഇൻട്രാക്ഷൻ. ടീച്ചറുടെ വെർബൽ ആയിട്ടുള്ള, നോൺ വെർബൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി, ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇത്. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ പാറ്റേൺ ആൻഡ് ഫ്ലോ ഓഫ് ടീച്ചിങ് ബിഹേവിയർ. ടീച്ചിങ് ബിഹേവിയറിൻ്റെ പാറ്റേണും ഫ്ലോവും ഡിറ്റർമൈൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. പിന്നെയോ ഇറ്റ് ആഡ്സ് ആൻഡ് സപ്ലിമെൻറ്റ്സ് ദ ട്രെയിനിങ് ടെക്നിക്സ് ലൈക്ക് മൈക്രോ ടീച്ചിങ് ആൻഡ് ടീം ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് അതുപോലെ ടീം ടീച്ചിങ് എന്ന് പറയുന്ന ട്രെയിനിങ് ടെക്നിക്കുകൾ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഔട്ട് റിസർച്ച് ഇൻ ദ മീൻസ് ഓഫ് ടീച്ചിങ് ബിഹേവിയർ, പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ഫോർ ടീച്ചേഴ്സ്. എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട പ്രീ സർവീസ് ട്രെയിനിങ്, ഇൻ സർവീസ് ട്രെയിനിങ്, ഇതിനൊക്കെയായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ ലിമിറ്റേഷൻസ്. ദ ടീച്ചർ മേ ബി അസിസ്റ്റഡ് ടു ഇൻ ദ പ്രസൻസ് ഓഫ് വീഡിയോ ക്യാമറ ഓർ സൂപ്പർവൈസർ. ഒരു ഒബ്സർവറുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടും. പിന്നെയോ ടീച്ചേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ഇറ്റ് ഇൻ ദി ക്ലാസ് റൂം. ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയർ കുഡ് നോട്ട് ബി പ്രോമിനൻ്റ്ലി മാർക്ക്ഡ്. വെർബൽ നോൺ വെർബൽ ബിഹേവിയേഴ്സ്, ഒരു ക്ലാസ് റൂമിലുണ്ടാകുന്ന വെർബൽ നോൺ വെർബൽ ബിഹേവിയേഴ്സിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുവാനും ഹാൻഡിൽ ചെയ്യുവാനും സാധിക്കില്ല, അപ്പോൾ മാർക്ക് ചെയ്യാനും സാധിക്കില്ല. പിന്നെയോ നോൺ വെർബൽ ബിഹേവിയർ കംപ്രൈസസ് വേരിയസ് സ്മോൾ ബിഹേവിയേഴ്സ്. ഒരു നോൺ വെർബൽ ബിഹേവിയറിൽ തന്നെ ഒരുപാട് ചെറിയ മറ്റ് ബിഹേവിയേഴ്സ് ഉണ്ട്, അപ്പോൾ അത് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ഇത് വളരെ സമയം ചിലവാകുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നെയോ റിക്വയർമെൻറ്റ് ഓഫ് കോസ്റ്റ്ലി സോഫിസ്റ്റിക്കേറ്റഡ് മീഡിയ ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി, വീഡിയോ ക്യാമറ, മറ്റ് ഡിവൈസുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് ദ ക്ലാസ് റൂം ബിഹേവിയർ ടോട്ടലി. മൊത്തത്തിൽ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ബിഹേവിയറിനെ ഇതെന്ത് ചെയ്യുന്നില്ല, വിവരിക്കുന്നില്ല. പിന്നെയോ പീപ്പിൾ ഇൻട്രാക്ഷൻ ഡസ് നോട്ട് ഫൈൻഡ് ഇൻ എ പ്ലേസ് ഓഫ് ദി സിസ്റ്റം. കുട്ടികളും തമ്മിലുണ്ടാകുന്ന ഇൻട്രാക്ഷൻ അത് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഇറ്റ് റിക്വയർസ് ഹൈലി ട്രെയിൻഡ് റിലയബിൾ കോമ്പീറ്റൻറ്റ് ഒബ്സർവേഴ്സ്. എന്ത് ചെയ്യണം, ഈ ഇൻട്രാക്ഷൻ അനാലിസിസ് നടത്തണമെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഴ്സിനെ ആവശ്യമാണ്. പിന്നെയോ
ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് വാല്യൂഡ് ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് ഗുഡ് ആൻഡ് ബാഡ് ടീച്ചിങ് ബിഹേവിയർ. ഇതെന്ത് ചെയ്യുന്നില്ല, നല്ലതും അതുപോലെ മോശവുമായിട്ടുള്ള ടീച്ചിങ് ബിഹേവിയേഴ്സിനെ കുറിച്ച് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നില്ല. ഇതൊക്കെ എന്താണ്, ലിമിറ്റേഷൻസ് ആണ് ഗെൽഡർവേയുടെ ഇൻറ്ററാക്ഷൻ അനാലിസിസുമായി ബന്ധപ്പെട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.